ട്രൂവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതത്തിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷ്റഫ് നാറാത്ത്. ഇന്ന് 2024 ജൂലൈ 23, ഹിജറ വർഷം 1446, മുഹറം 16, കൊല്ലവർഷം 1199, കർക്കിടകം 8, ചൊവ്വാഴ്ച. തനിക്കോ മറ്റുള്ള ജീവനക്കാർക്കോ അല്പസമയം പോലും ഇടവേളയോ വിശ്രമമോ അനുവദിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മേധാവിയുണ്ടായിരുന്നു. അദ്ദേഹം ഓഫീസിലേക്കുള്ള തൻ്റെ ഹ്രസ്വദൂര യാത്രകളിൽ പോലും വിവിധ ശാഖാ മാനേജർമാരെ ഫോണിൽ വിളിച്ച് ചർച്ചകൾ നടത്തുമായിരുന്നു. സന്ദർശകരോട് സംസാരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴുമൊക്കെ അദ്ദേഹത്തിൻ്റെ കണ്ണ് തൻ്റെ മുന്നിലുള്ള ലാപ്ടോപ്പിൽ തന്നെയായിരിക്കും. വിശ്രമവേളകളിൽ തൻ്റെ കീഴ്ജീവനക്കാർ അല്പം പോലും ഉല്ലസിക്കുന്നത് കാണാൻ അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല. മത്സരങ്ങളുടെ ഈ ലോകത്ത് വിശ്രമമെടുത്താൽ മറ്റുള്ളവർ തങ്ങളെ പിന്തള്ളി മുന്നേറും എന്നുള്ള ഒരു ഭീതിയായിരുന്നു അദ്ദേഹത്തെ ഭരിച്ചിരുന്നത്. സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നെട്ടോട്ടമോടുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നാം അല്പനേരം ഇടവേളയെടുത്ത് വിശ്രമിച്ചാൽ മറ്റുള്ളവർ നമ്മെ പിന്തള്ളി മുന്നേറിപ്പോകും എന്നുള്ള ഒരു തരം ഭ്രാന്തമായ ചിന്ത നമ്മിൽ പലർക്കുമുണ്ട്. ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളും സമൃദ്ധമാകുന്നത് ആവശ്യാനുസരണം ലഭിക്കുന്ന വിശ്രമത്തിലൂടെയാണ്. ഏത് കളിക്കളത്തിലും ഒരു വിശ്രമ ഇടവേളയുണ്ട്. കൂടുതൽ ഉന്മേഷത്തോടെ തിരിച്ചു വരാൻ വേണ്ടിയാണത്. ഒരു ബാറ്ററി റീചാർജ് ചെയ്യുന്നത് പോലെ. അതുപോലെ ഏത് തൊഴിലിടങ്ങളിലും ഫലപ്രദമായ ഒരു വിശ്രമവേള ആവശ്യമാണ്. പക്ഷേ ചില മേഖലകളിൽ എങ്കിലും അനുവദനീയമായ വിശ്രമവേളകൾ പോലും യഥാസമയം ഉപയോഗിക്കാൻ പലർക്കും കഴിയാറില്ല. ഫലപ്രദമായ ഇടവേളകൾ ഇല്ലാത്ത യാന്ത്രിക ജീവിതം സമ്മാനിക്കുന്നത് വിരസതയും ശൂന്യതയും മാത്രമാണ്. പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നന്മകൾ മാത്രമുണ്ടാവട്ടെ. എവർക്കും ശുഭദിനം നേരുന്നു. ട്രൂവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതം നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം. നന്ദി.